ഹലോ, ടി വി എസ് ഫാമിലി കാലിക്കറ്റാണ്. അപ്പോൾ ഈ ചാനലിൽ നിന്ന് ഞാനിങ്ങനെ ഓൺ വോയിസിൽ വന്നത് എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും ടി വി ചാനലും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് അല്ലേ. മഹാരാഷ്ട്രയിൽ ഒരു കൊച്ചുകുട്ടി അല്ലെ, LKG സ്റ്റുഡൻറ്റ് എന്താണ് ഹോംവർക്ക് ചെയ്തില്ല എന്ന ഒറ്റ കാരണത്താൽ ക്ലാസ് ടീച്ചർ വളരെ മോശകരമായിട്ട് സംസാരിച്ച് ആ കുട്ടിയെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന രീതിയിൽ മുഖത്തടിക്കുകയും ചകാരിക്കുകയും ഷർട്ട് വലിച്ച് അഴിച്ച് മുഖത്തടി എന്തൊക്കെയോ നമ്മൾ കണ്ട് ഇല്ലേ. പല പത്രമാധ്യമങ്ങളും കൊടുക്കുന്ന വാർത്തയാണ്. എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. മാധ്യമങ്ങൾക്ക് റീച്ചിന് വേണ്ടി അവർ പലതും പറയും അല്ലേ. അപ്പോൾ ഞാൻ കണ്ട വീഡിയോസിൽ മുഖത്തടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഷർട്ട് ടൈയൊക്കെ അഴിച്ച് മാറ്റുന്ന അതൊക്കെ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ എത്ര വാർത്തകളുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നിരുന്നാലും അത് വളരെ കേരളത്തിൽ ഉടനീളം സങ്കടകരമായ ഒരവസ്ഥ അത് കണ്ടപ്പോലെ. കേരളം മാത്രമല്ല, ലോകം ഒട്ടുക്കില്ലേ. ഒട്ടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യർക്കും അത് എത്രത്തോളം വേദനാജനകമായി എന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ അല്ലേ. ആ വീഡിയോ തീർച്ചയായിട്ടും ഒട്ടനവധി സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതോടുകൂടി ആ ടീച്ചർക്ക് എതിരെ ശക്തമായ പ്രതിഷേധം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ടീച്ചർക്ക് ലൈഫിൽ മറക്കാത്തൊരു അനുഭവം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ടേണിംഗ് പോയിൻ്റ് പറയില്ലേ. നമുക്ക് ടേണിംഗ് പോയിൻ്റ് പറയാൻ എങ്ങനെയാണ്, നമുക്ക് നല്ലൊരു മോശം അവസ്ഥയിൽ നിന്ന് നല്ലൊരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ടേണിംഗ് പോയിൻ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ അവരുടെ ലൈഫിലെ ഏറ്റവും തകർച്ചയുടെ തുടക്കം എന്ന് പറയുന്ന പോലെ ഒരു ടേണിംഗ് പോയിൻ്റാണ് അല്ലേ. ഇനിയുള്ള നാളുകൾ കേസ്, വഴക്ക്, കാര്യങ്ങൾ, ജയിലിൽ അങ്ങനെ പിന്നെ സാമ്പത്തിക ഉന്നതിയിലായതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഇറങ്ങി വരുന്നുള്ളത് വേറൊരു കാര്യം. അതെന്തോ ആവട്ടെ. എന്നാലും ഇനിയും നമ്മളെ ഓരോ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിച്ചു പോകേണ്ട ഒരു സമയത്ത് വലിയൊരു ആഘാതം എന്നിൽ വന്നു ചേരുമ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് 100% സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല. അതേ ഒരു അവസ്ഥയാണ് ടീച്ചറുടെ അവസ്ഥ അല്ലേ. അപ്പോൾ ഞാൻ ടീച്ചറെ കുറിച്ച് കൂടുതൽ പറഞ്ഞതല്ല, അതിലുപരി ആ മകൻ്റെ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അച്ഛൻ, അമ്മ അവരുടെ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ എത്രത്തോളം ഭീതിജനകമാണ് ഭയാനകമാണ് എന്തൊരവസ്ഥയാണ് അല്ലേ. എന്നാൽ നമ്മൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എങ്ങനെ പെരുമാറണം എന്നതിനൊരു നല്ലൊരു ക്ലാസ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ക്ലാസ് എന്ന് മാത്രമല്ല, ശരിക്കും ഒരു ടീച്ചിങ്ങിലെ ഒരു അധ്യാപകന് അവർക്ക് നല്ലൊരു ക്ലാസ് സർക്കാർ തല ഭാഗത്തിലോ നൽകണമെന്ന് എനിക്കൊരു ഇതിന് ബന്ധപ്പെട്ട റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എല്ലാ അധ്യാപകരും മോശമാണെന്നല്ല ഈ പറയുന്ന അർത്ഥം. നല്ല അധ്യാപകരുണ്ട് നമ്മൾ കാണുന്നില്ലേ സോഷ്യൽ മീഡിയ. നമ്മളെ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും കണ്ട് പഠിക്കുന്ന സോഷ്യൽ മീഡിയ എന്നാണ് നല്ലതും ചീത്തയും ഒക്കെ ഒന്നായി അത് ഓരോ വ്യക്തിത്വത്തിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. നല്ലൊരു അധ്യാപകൻ എന്നുള്ള ഒരു ഏറ്റവും വലിയ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് അതായത് സ്കൂളിൽ അവരുടെ അധ്യാപക ജീവിതം അല്ലെങ്കിൽ അധ്യാപനത്തിലുള്ള സമയം കഴിഞ്ഞ് പെൻഷനായി പോകുന്ന സമയത്ത് കുട്ടികൾ ഒന്നടങ്കം അവരെ ടീച്ചേഴ്സിനെ കെട്ടിപ്പിടിച്ചില്ലേ ഇവിടുന്ന് പോകരുതെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത്രയുള്ള അധ്യാപകരാണ് ഈ നാടിന് ആവശ്യം. ഇത്തരത്തിൽ നമ്മൾ മാനസിക എന്താ പറയുക സ്ട്രെസ്സ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കും എനിക്കും ഒക്കെ സ്ട്രെസ് ഉണ്ട് അതൊക്കെ നമ്മളൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മരണം വരെ നിലനിൽക്കും എന്ന് കരുതി ആ സ്ട്രെസ്സ് മറ്റുള്ളവരുടെ മേലിൽ പഴിചാരുന്നത് ശരിയല്ല എന്ന് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ആ കുട്ടിയുടെ കുടുംബത്തിനും എല്ലാം കൊണ്ടും എന്താ പറയുക വളരെ ആഘാതം അതിലുപരി എന്താ പറയുക ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഈ അധ്യാപകർ കൊടുക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അധ്യാപകരെ കുറിച്ചല്ല പറയുന്നത്. ആദ്യമേ പറയാം, വീണ്ടും ഞാനിങ്ങനെ അധ്യാപനത്തിന് തുടർച്ചയായിട്ട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസം തോന്നും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരാളല്ല. ഈ ഒരു ഒറ്റ ക്ലിപ്പ് കൊണ്ട് മാത്രം പ്രതികരിച്ചു പോയതാണ്. ഇങ്ങനെ പൊതുവേ പ്രതികരിക്കുന്ന ഒരു കക്ഷിയുമല്ല എൻ്റെ ചാനലിൽ കൂടി. പക്ഷെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത്തരം ആ ദുരനുഭവങ്ങൾ എൻ്റെ കൺമുന്നിൽ ഞാൻ കാണാനിടയായിട്ടുണ്ട്
ഒരു സമയത്ത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മളെ നല്ല കാലത്ത് 25 വയസ്സുള്ള സമയത്ത് നമ്മൾ കളിക്കാൻ പോകുന്നുണ്ട്, ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെ കളിക്കാൻ പോകുമല്ലോ. ആ സമയത്ത് അപ്പോൾ ഞാൻ പോകുന്ന കളിസ്ഥലത്ത് ഒരു കോച്ചിങ് ക്യാമ്പ് നടക്കുന്നുണ്ട്, കോച്ചിങ് ക്യാമ്പ്. ആ ക്യാമ്പിൽ ഒരു കുട്ടി അല്ലേ, ഒരുപാട് കുട്ടികളുണ്ട് ആ ക്യാമ്പിൽ, പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു വൈകി വന്നൊരു കുട്ടി, ടീച്ചർ നന്നായി ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ആ കുട്ടിയുടെ ഒച്ചയിടുന്ന ടീച്ചർ എന്താ നേരം വൈകി എന്നപ്പോൾ കുട്ടി പറയുന്നുണ്ട്, വീട്ടിൽ നിന്നുള്ള ബസ് ആ റൂട്ടിൽ ബസ് കുറവാണ്, അതുകൊണ്ട് അത്ര നേരത്തെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കുക, മാഷ് ചോദിക്കുക, ഇത്ര വൈകിക്കൊണ്ട് ഈ ക്ലാസ്സിൽ വരാൻ എനിക്ക് ഇതിന് പഠിക്കുന്നത് അത് നിർബന്ധമെന്ന് ചോദിക്കുന്നുണ്ട്. അത് പറയുക മാത്രമല്ല, അത് ആ കുട്ടിയുടെ കരണത്തടിക്കുകയും ചെയ്തു. ഇല്ല, ആ സമയത്തൊക്കെ ഈ എൻ്റെ ഒരു ഇപ്പോഴുള്ള ഒരു ഞാനാണ് എങ്കിൽ ഞാനത് പ്രതികരിക്കും. നമ്മളന്നൊക്കെ ചെറുതല്ലേ. അങ്ങനെ ഒരുപാട് അല്ലേ നമ്മൾ കണ്ടതും കേൾക്കതുമായ ഒരുപാട് അവസ്ഥകൾ കാണുന്നുണ്ട്. എന്തായാലും അത്തരമുള്ള അധ്യാപകർ അല്ലേ ഒക്കെ എന്താ പറയുക, എന്ത് സന്ദേശമാണ് നൽകുന്നത്. എന്തായാലും ഇനിയുള്ള ഇത്തരമുള്ള ദുരനുഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇനി നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്ന എല്ലാ ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ. കരുണയുള്ള മനുഷ്യർക്ക് വിഷമമുണ്ടാവുന്ന. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ ആ വാർത്ത കണ്ടിട്ട് നിങ്ങളെ മനസ്സിൽ അല്ലെങ്കിൽ കണ്ണീർ ദുഃഖത്തിൽ കുടുംബത്തോടുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ TVS ഫാമിലി കാലിക്കറ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും സബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറയുന്നില്ല, കാരണം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ ഒരു റിയാക്ഷൻ എത്തത്തിൽ പറയാൻ പറ്റും എന്ന് ശ്രമിച്ചു നോക്കിയതാണ്. എന്തായാലും ഇതുവരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട ഈ വീഡിയോയ്ക്ക് ഒരുപാട് സന്തോഷം, സ്നേഹം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. TVS ഫാമിലി കാലിക്കറ്റ്. താങ്ക് യു സോ മച്ച്.